ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ പച്ചക്കറി കൃഷിത്തോട്ടാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. നമ്മൾ പയറ്, തക്കാളി, അതുപോലെ തന്നെ വഴുതന അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ കവുങ്ങും തൈ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ റോസ് ഉണ്ട്, ജമന്തി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പപ്പായ തൈ, മുളകും തൈ. അപ്പം നമ്മളിത് കുറച്ച് മുന്നേ കൃഷി ചെയ്ത ആ ഒരു സ്ഥലമാണ്. ഇപ്പം ഈ കുറച്ചും കൂടെ പയറ് വിത്ത് നടാനുണ്ടായിരുന്നു. അപ്പം ഞാനത് നടാൻ വേണ്ടി കുറച്ച് ചാണകപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ മണ്ണിൽ വളം കൊടുത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഉണ്ടായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പയറ് നടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മളെ റോസ് കണ്ടോ, നന്നായിട്ട് നല്ല റെഡ് കളറിൽ വെയിലത്ത് അങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. ഈ വെയിലിന് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഇളം ചൂടായിട്ടുള്ള ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എന്നാലും വെയിലിന് വലിയൊരു ചൂടില്ല, നല്ല നിൽക്കാൻ നല്ല സുഖമായിരുന്നു. അപ്പം ഞാനിവിടെ കുറച്ച് പയറും വിത്ത്, വെള്ളരി വിത്ത്, അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ വിത്തും അത് നടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എൻ്റെ പ്ലാന്. ഇത് നമ്മൾ തക്കാളിത്തായി നട്ടതാണ്. അപ്പോൾ ഇതാ വലിയ ഉഷാറായി വരുന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതിനെ കൊണ്ടാണ് ഇത്രയും ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെയാണ് കേട്ടോ നമ്മൾ പയർ വിത്ത് നടാൻ പോകുന്നത്. അതുപോലെ തന്നെ ചിരങ്ങ വിത്തുണ്ട്. ഈ ഒരു പയർ വിത്ത് ഞാൻ ഈ ഒരു തടത്തിലാണ് നടുന്നത്. നമ്മൾ നീളത്തിലാണ് ഇതിന് തടമെടുത്തിട്ടുള്ളത്. ഈ 2 പയർ വിത്ത് വെച്ചാണ് ഞാനിങ്ങനെ നട്ട് കൊടുക്കുന്നത്. ഇത് നല്ല നീളമുള്ള പയറിൻ്റെ ഒരു വിത്താണ്. നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന പയറൊക്കെ ചെറിയ ചെറിയ നീളം കുറഞ്ഞ പയറുകളാണ്. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചാണകപ്പൊടി വെതറി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരല്പം മണ്ണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ ഇത് നമ്മുടെ പീച്ചിങ്ങാണ്. ഞാൻ ഇവിടെ കുറച്ച് സ്ഥലത്തും കൂടെ പയറും വിത്തും അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ വിത്തും കൂടെ നട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വളപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മണ്ണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ നട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ പുതിന തൈ ചട്ടിയിൽ പാവിയതായിരുന്നു. പിന്നെ ഇത് നമ്മൾ മുന്നേ ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിത്തും കൂടിയാണ് കേട്ടോ. ഇത് നമ്മുടെ ക്യാരറ്റിൻ്റെ വിത്താണ്. അപ്പം ഞാൻ ഈ ഒരു ചട്ടിയിലാണത് നടാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഇങ്ങനെ വെതറി കൊടുത്തു. കൂടുതൽ ചരക്കല്ലുകളൊക്കെ ഉണ്ടായപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കി കുറച്ച് മാത്രം കേട്ടോ ഞാൻ വിത്ത് ഇതിൽ പാകി കൊടുത്തു. അങ്ങനെ നമ്മുടെ പാവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ തക്കാളി തൈയാണ് കേട്ടോ. നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ ചെടിച്ചട്ടിയും തൈകളും ഒക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ അതിന് ശേഷം നമ്മളിതാ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴൽക്കിണറത്തെ വെള്ളം അതിനെക്കൊണ്ടേ വെള്ളത്തിന് കുറച്ചൊരു കട്ടിപ്പുണ്ട്, എന്തൊരു കളർ വ്യത്യാസവും ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ തൈകളൊക്കെ ഇനി മുളച്ച് പൊന്താനായിട്ടൊരു 3 ദിവസം കഴിയും പയറിൻ്റെ വിത്ത്. ബാക്കിയുള്ള വെള്ളമൊക്കെ ഞാനിതാ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പയർ വിത്ത് നട്ട് കുറച്ച് ഈ പൊന്തിയ പയറുകൾക്കൊക്കെ മുകളിൽ ഒരു ഈച്ച പോലെ, ചെറുതായിട്ട് ഈച്ച പോലെ, എറുമ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താ പറയുക, ഞങ്ങൾക്കൊരു ചായീച്ച എന്നാണ് പറയുക. അതുപോലെ തൊട്ടടുത്തുള്ള ആ പയറിൻ്റെ ആ ഒരു തടത്തിലും ഉണ്ട് കേട്ടോ അതേപോലെ ഉണ്ടായിട്ടുള്ള. അപ്പോൾ നമുക്കതിന് മരുന്ന് വാങ്ങി സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പം നമുക്കിതിനൊക്കെ ഇനി ഇത് പോയതിന് ശേഷം നാട്ട കുത്തി കൊടുക്കുന്നുണ്ട്. നാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ ഒരു സൈഡിലൊക്കെ കമ്പ് ഇങ്ങനെ കുത്തി കൊടുക്കും. എങ്കിൽ മാത്രമേ പയറിന് ഇങ്ങനെ മുകളിലേക്ക് പിടിച്ച് കയറാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞാനൊരു ഐറ്റം കാണിക്കാൻ പോകുന്നത് നമ്മുടെ റെഡ് ലേഡിയാണ് കേട്ടോ. നമ്മൾ പപ്പായത്തിൽ നിന്ന് കുരു കുഴിച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.